ഇഷ്ടപ്പാട് നമ്മളൊന്ന് വൈകിട്ട് അടുക്കളത്തോളം അങ്ങനെ അടുക്കളാത്ത എടുത്ത് കോഴി അതിനകത്ത് അടച്ച് കൊണ്ടുപോയി കൊണ്ടാക്കുന്നു തേങ്ങ എടുത്തുകൊണ്ടാൽ എല്ലാം ഇടിച്ചിട്ടാണ് ഒരു തേങ്ങ അങ്ങോട്ട് ഞാൻ കൊടാലെടുത്തുകൊണ്ടിരുന്നു കൊടാലെടുത്ത് ഒരു കൂടി ഞങ്ങൾക്കെന്ന് പറയാം അവിടെ തേങ്ങായും കൊണ്ട് അവിടെ വീട് വെച്ചു ഞങ്ങളുടെ കൊള്ളറ്റാരിയാണ് ഇത് കാണിക്കുന്നത് ദൈവങ്ങൾ മരിക്കാൻ നേരത്താണ് അവർക്ക് നീക്കാൻ വേണ്ടി നെല്ലൊക്കെ പറഞ്ഞു പരമ്പറമ്പിൽ പെണ്ണമ്മയോടൊന്ന് പറഞ്ഞു അവർ അരുവാണെടുത്താണ് ഞാനോർത്ത് പോയത് അതിൻ്റെ പെണ്ണമ്മ കഴിയാറിൻ്റെ ആവശ്യമൊന്നുമില്ല ആ കന്യാസ്ത്രീകൾ പെണ്ണമ്മ കഴിയാറിൻ്റെ ആവശ്യമൊന്നുമില്ല അവൾ മരിക്കാൻ കൂടെ രണ്ടോടെ എത്ര എണ്ണം പറ്റും അതിൻ്റെ ഒക്കെ തുണി കൊടുക്കുന്നതും കാര്യം കൊടുക്കുന്നതൊക്കെ ഞാൻ എന്തുമാത്രം പഠിക്കും അതൊക്കെ എനിക്ക് വല്ലതും പോയോടാ ഒന്നും പോയില്ല. അമ്മച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. എൻ്റെ ഇന്ന് 10 വയസ്സ് കിട്ടാൻ ഞാൻ കൊടുക്കാൻ കളയാ ഇന്ന് കൊടുക്കും അറിയാമോ ചെറുപ്പൊക്കെ കൊടുക്കും എപ്പോഴും താറാവ് എപ്പോഴും കിട്ടും കുയ്യാ കുയ്യാ കുയ്യാന്ന് കുയ്യാനെ വിളിക്കുക അതൊക്കെ പിന്നെ എടുക്കാം. ഇത് ഇവര് പെരക്കകത്തുനിന്ന് ഇറക്കിയിട്ട് ഇവരെ ഇറക്കി വിട്ട് നമുക്ക് എരുമച്ചാണകം തളിച്ചിട്ട് വെച്ചാൽ മതി. ഇവര് മിക്കവാറും എന്നെ കൊണ്ടൊരു ബോധമാണ്. വീട് വെച്ച കാര്യമല്ലേ പറഞ്ഞ് ഈ വെള്ളമെല്ലാം അവിടെ വെള്ളമെടുക്കും ഇവിടെ വെള്ളമിറക്കും മണ്ണിറക്കി ഇറക്കി നേരെ 4 മണി വിട്ട് വന്നാൽ മണ്ണ് കുറേശ്ശെ കാര്യങ്ങൾ വിട്ട് അടുക്കള അതിൻ്റെ ഇപ്പുറത്തെ ഒരു മുറിയുണ്ട്, ചെറിയൊരു മുറിയുണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടായത് അറിയാം. ആ ചായക്ക് നല്ല വത്തപ്പാട് വന്ന് ആ ചായ രാഘവനോട് രാഘവ ലൈസ് പറയണത് രാഘവ ഞാൻ അക്കരത്തെ പണികളെല്ലാം തീർക്കാൻ ചായഞ്ഞ് പോകുന്നു. ഇനി എൻ്റെ ലൈസമ്മ എനിക്കൊരു കാര്യമുണ്ട്. എന്നാ രാഘവത്തിൽ തന്നെ അതേ എനിക്ക് 3-4 പെൺപിള്ളേരുണ്ട്. 3-4 പെൺപിള്ളേരുണ്ട്. അതിന് കിടക്കാൻ സ്ഥലം വേണം. അതിനെ ഞാനൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ആളോട് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചടിക്ക് കയറിയാളുണ്ട്. അതുപോലെ തന്നെ കുട്ടിച്ചായ നടക്ക് ചെല്ലി കുട്ടിച്ചായ അതൊക്കെ എനിക്കറിയാൻ മേല. നടക്ക് ചെല്ലി കുട്ടിച്ചായന് വെള്ളം കൊണ്ട് അവിടെയൊക്കെ കൊണ്ടുപോകും. കല്ലും വെള്ളവും ഒക്കെ അവിടെ കൊണ്ട് കല്ലുകാരും കൊണ്ട് അവിടെ കൊണ്ട് കല്ലിറക്കും. വാലുകൊട്ടി ചോമയുടെ അവിടെ വെള്ളം വരും, ഇവിടെ വെള്ളം വരും, 4 വശത്ത് വെള്ളം വരും. ഞാനും കൊണ്ട് അത്ര ഉള്ളതിലും അമ്മട്ടിക്കൊന്നും വേണം സാമർഥ്യക്കാരന്. എന്നാണ് എനിക്ക് അനുഭവമില്ല. അത് ഞങ്ങളുടെ പിള്ളേർ പറയും അമ്മച്ചിക്കല്ല അനുഭവമില്ലാത്ത ഞങ്ങൾക്ക്. അപ്പം അച്ചായി ഇപ്പോൾ ഉണ്ടായിരുന്ന ഇപ്പോൾ എന്തുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ എന്നായിരുന്നു നമ്മൾ ഓരോരുത്തർ രീതിയാണ്. ഞാൻ പറയാടാ എനിക്ക് നിങ്ങൾക്ക് പോയിടാ എനിക്കടാ പോയത് അതിന് നോക്കാനും പിടിക്കാൻ കാലം വന്ന് കുള്ളു കൊണ്ട് പടിഞ്ഞാറേ വശത്ത് കഴിയുമ്പോൾ വിളിക്കും പിള്ളേരെ എടി പെണ്ണമ്മ എന്ത് ചെയ്യും? പെണ്ണമ്മ പോയി ഉടനെ ചോദിക്കുന്ന പെണ്ണമ്മ പോയിരിക്കുക. പെണ്ണമ്മ കണ്ടച്ചേ അകത്തോട്ട് കയറും. കണ്ടേ പെണ്ണമ്മ എന്തി ആണമ്മ എന്തി ഇതൊക്കെയാ ഇനി ഓർത്തോണം കൂട്ടുപിടിക്കുന്നവരൊക്കെ. മതി ഓരോ അച്ഛന്മാർക്കും മുട്ടുകുത്തി പ്രാർത്ഥിക്കത്തക്ക രീതിയിലുള്ള ബെഞ്ചാണ്. കുഷ്യനൊക്കെ ഉണ്ട്. ഞങ്ങളും അത് കയറി കുഷ്യനിലൊക്കെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് വന്നു. അവിടെ അച്ഛന്മാർ ഒത്തിരി പേരുണ്ടോ? ഇവിടെ ഇവര് പോത്തിറച്ചി ജിപ്പ് വന്നു ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ?
ഞാനവിടെ ചെറുപ്പം തൊട്ട് അവധിക്കല്ലാതെ പോയി എല്ലായിടത്തും ഇറങ്ങി തിരിഞ്ഞ് നടത്തണം. എല്ലാവർക്കും അറിയാം. കളിപ്പിക്കാൻ അമ്മയ്ക്ക് വന്നത് കേൾക്കുന്നുള്ളൂ. അമ്മച്ചിക്ക് ഇപ്പൊ മധുര 17 കളി കളിയും തട്ട് കളിയൊക്കെ അച്ചായ്ക്ക് പകട കളി. അച്ഛനാണ് തൊട്ടതാണ്. എന്നാലും അച്ഛനായിരുന്നു ആ പള്ളി പള്ളിക്കുളം വിട്ട് അങ്ങനെ ചായ വിടുക. അക്കരക്കളം ഇക്കറക്കട ഇക്കറക്കട ഇവിടെ തൻ്റെ ആണെന്ന് കണ്ടില്ല. ഈ ആൾക്കൊരു അടി ഭാഗത്ത് നിനക്ക് വേണ്ടിയാണോ എനിക്ക് വേണ്ടിയാണ് കുറവടിച്ച് വീടോട്ടാണ് രാത്രി. കഴിച്ചു പിന്നെ അക്കരെ തോമിച്ച ചിറ്റമ്മ പറഞ്ഞ സോഡായും ലായനിയൊക്കെ എടുത്തിട്ട് 1 ദിവസം ലായനി അവിടെ നിന്ന് കുടിച്ചു. നിങ്ങൾ വല്ലതും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വാങ്ങിച്ചു വെക്കാം, കഴിച്ചോളാം, കുഴപ്പമില്ല. അവിടെ ഇപ്പൊ ഞങ്ങള് 5-6 പേരെ കണ്ടു. 23 പേര് 10-23 നിലയില് ഉള്ള വീട് 30 പേരോടെ ഉണ്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ 3-4 പേര് ഈ ആഴ്ച അടുത്ത ആഴ്ച ചെല്ലുന്നുണ്ട്. 3-4 പേര് തോമസ് കൊട്ടാരൊക്കെ സിമ്പിളായവരോ. പക്ഷെ അക്കൂട്ടത്തിൽ ഇപ്പം കണ്ടതിൽ ചെറുപ്പക്കാരൻ നമ്മുടെ ചിറ്റപ്പനാ. വയസ്സുള്ളവരാണ്. പക്ഷെ ഭഗവാനെ കണ്ട അധികം ഒത്തിരി പ്രായം തോന്നിക്കത്തില്ല. ദിവസവും കുർബാനയുണ്ട്. ചാപ്പല് അടുത്തുണ്ട്, സൗകര്യമോ. ദിവസം കുർബാന ഒരു ചെല്ലണം. ചിലപ്പോ അവര് ചൂട് ചിലപ്പോ 5-6 പേരൊന്നിച്ച ചെല്ലുന്നു. ആ കുർബാന ചെല്ലുന്ന ഒരാൾ മാത്രമേ കാപ്പയുള്ളൂ. ബാക്കിയുള്ളവർ സിവിൽ ഡ്രസ്സിൽ തന്നെ നിൽക്കും, മുണ്ടുകൂട് പോയിട്ട്. പിന്നെ അവിടെ ഒരച്ചങ്ങളൊന്ന് പോകുന്ന കേട്ടായിരുന്നു. സൈക്കാട്രിക് കേസായിരിക്കും. എന്നിട്ട് കുർബാന ഇവർക്ക് ചാപ്പലുണ്ട്. ഞങ്ങളെ ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ചിട്ട് വന്നു. ആ വേറെ ഒരു അച്ഛനാ എല്ലാം അങ്ങനെ വീട്ടുപേരും ഞാൻ ഓർക്കുന്നില്ല. അതിനാ ഓർഡറിലുണ്ടായിരുന്നു. ചെറുപ്പക്കാർ ആരാണ്ട് മധ്യവയസ്കർ മറ്റോ ആണെന്നാ തോന്നുന്നു. ചില പ്രായക്കുറവൊക്കെ ആണെന്നാ പറയുന്നത് കേട്ടോ ആൾക്കറിയാം. അച്ഛൻ വേറാന്നാ തത്തിലേക്ക് യാത്രയും ചോദിച്ചു ഞാൻ ഇറങ്ങി പോകുന്നത്. അമ്മയുടെ തട്ടി കയറിയില്ല. തട്ടി അമ്മ പറഞ്ഞില്ല അമ്മയോട് പള്ളി വന്നിട്ട് പള്ളി കൊടുക്കും. അമ്മച്ച ഞാൻ നോക്കി പള്ളിക്കകത്ത് പിടിച്ചുകൊണ്ടാണെങ്കിൽ ഇവിടെ വന്നിരിക്കുമ്പോ അതൊന്നും മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പറഞ്ഞോണ്ടിരിക്കുന്ന അമ്മച്ചിക്കറിയാം. ഒരുപാട് കണ്ടിട്ടുള്ളതാ. മതി മതി ശാലോൻ ടിവിക്കകത്ത് ആ സ്ത്രീ പ്രസംഗിക്കുമ്പോ മതി മതി കേട്ടു നിർത്തിയാര്. കുഞ്ഞമ്മ പറയായിരുന്നു ചായക്കും അമ്മച്ചും എല്ലാം ഒരുപോലെ ആവശ്യമായി. പ്രക്കാട്ടെ അപ്പന്റെ അരിശമാ പല്ലുകടിയൊക്കെ അറിയാതിരിക്കാൻ കാര്യം. ഇവനാ പുറപ്പാട്ട് കുറെ നാൾ വന്നത്. നമ്മുടെ ഫേവറേറ്റ് അവര് വരുന്ന ഞങ്ങളുടെ കൊണ്ടു പോകണം അവരെ കേട്ടോ. ഒരു മനുഷ്യരില്ല. ഞാൻ ആരെയും കണ്ടില്ല. ആ പോട്ടെ. അമ്മച്ചി താങ്കളെ പണിയിച്ച വീടും കാര്യങ്ങളും കണ്ടല്ലോ. അമ്മയ്ക്ക് അത് കാണാൻ വലിയ കണ്ടപ്പോ